നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. മുഹമ്മദ് സിറാജിന്റെ യോർക്കർ അറ്റ്കിൻസന്റെ സ്റ്റെമ്പ് പറപ്പിക്കുമ്പോൾ രോമാഞ്ചമുണ്ടാവാത്ത ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളുണ്ടോ? യെസ് യെസ്, മുഹമ്മദ് സിറാജ് ഹാരി ബ്രൂക്കിന്റെ ആ ഒരു ക്യാച്ച് എടുത്തപ്പോൾ ചെറിയൊരു പിഴവ് പറ്റി സിക്സർ ആയതിന് വലിയ ക്രൂശിക്കൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം നടന്നു. പക്ഷേ അയാൾ തീരുമാനിച്ചിരുന്നു, ഈ കളിയിൽ ഞാൻ ഗെയിം ചേഞ്ചറാകും, കളി ഞാൻ വിജയിപ്പിക്കും. ഇംഗ്ലണ്ടിന് ജയിക്കാൻ ഇന്ന് 35 റൺസ് മതിയായിരുന്നു. പക്ഷേ സിറാജ് മറ്റൊന്ന് കരുതി വെച്ചിരുന്നു. ഇന്ന് എഴുന്നേറ്റപ്പോ താൻ എന്ത് ചെയ്തു എന്ന് സിറാജ് കളിക്ക് ശേഷം പറയുന്നുണ്ട്. മുഹമ്മദ് സിറാജ് പറഞ്ഞു, ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ചിന്തിച്ചത് ഞാനായിരിക്കും ഗെയിം ചേഞ്ചർ. വോക്കപ്പ് തിങ്കിങ് ഐ വിൽ ബി ദി ഗെയിം ചേഞ്ചർ. ഞാൻ ഗൂഗിൾ ചെയ്തു, എന്നിട്ട് ഒരു ഇമോജി കണ്ടെത്തി, വിശ്വാസത്തിൻ്റെ ഇമോജി കണ്ടെത്തിയിട്ട് ഞാനതെൻ്റെ ഫോണിൽ വാൾപേപ്പറാക്കി മാറ്റി. ഞാനത് ചെയ്ത് കാണിക്കുമെന്ന് ഉറപ്പിച്ചു. ഓ, എന്തൊരു മനക്കരുത്താണെന്നേ, എന്തൊരു പോരാട്ട വീര്യമാണെന്നേ, എന്തൊരു സെൽഫ് ബിലീഫാണെന്നേ മുഹമ്മദ് സിറാജ്. യെസ്, ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുപോയതിൽ സിറാജിന്റെ സംഭാവന വലുതാണ്. മറക്കുന്നില്ല പ്രസിദ്ധ കൃഷ്ണയെ. അവനും തീയിൽ കുരുത്തവൻ തന്നെയാണ്. എന്തൊക്കെ വിമർശനങ്ങൾ ഈ ഫൈനൽ ടെസ്റ്റിന് അവനെ എടുത്തതിന്, എന്തൊക്കെ വിമർശനങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അടക്കം കാണാമായിരുന്നു. അത് അവനും കുറിച്ചു 4 വിക്കറ്റുകൾ ഇംഗ്ലണ്ടിനെ അങ്ങ് തീർത്ത് കളഞ്ഞു. എന്നിട്ട് സിറാജിനെ പൊക്കി പറയാനാണ് ഇപ്പൊ എല്ലാവരും ഓടി നടക്കുന്നത്. ബ്രൂക്ക് പറയുന്നു, യെസ്, ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ഹാരി ബ്രൂക്ക് പറയുന്നു, സിറാജ് ഡിസേർവ്സ് ഓൾ സക്സസ്. ഐ റെസ്പെക്ട് ഹിം എ ലോട്ട് ഫോർ ഓൾ വാട്ട് ഹി ഹാസ് ഡൺ എ ലോട്ട് ഇൻ ദി സീരീസ് എന്ന് ആരാ പറയുന്ന? ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരമാണ്. ഞാൻ അവനെ വല്ലാതെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വിജയങ്ങളും അവൻ അർഹിക്കുന്നുണ്ട്. ഈ സീരീസിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ നായകൻ, നമ്മുടെ പ്രിൻസ് ശുഭ്മൻ ഗിൽ പറയുന്നു. സിറാജ് ഈസ് എ ക്യാപ്റ്റൻസ് ഡ്രീം. എവറി ടീം വുഡ് ലൈക്ക് ടു ഹാവ് എ ബൗളർ ലൈക്ക് ടു ഹിം. അവനെ പോലെയുള്ള ഒരു ബൗളർ ഉണ്ടാകണമെന്ന് എല്ലാ ടീമും ആഗ്രഹിക്കുന്നു. സിറാജ് ഒരു ക്യാപ്റ്റന്റെ സ്വപ്നമാണ്. ഇനി ഇംഗ്ലണ്ടിന്റെ നായകൻ സ്റ്റോക്സി പറഞ്ഞത് കൂടി കേൾക്കുക. സ്റ്റോക്സി പറയുന്നു, എനിക്കെപ്പോഴും സിറാജിനോട് വലിയ റെസ്പെക്റ്റും അഡ്മിറേഷനുമാണുള്ളത്. എങ്ങനെ നമ്മൾ സ്വന്തം രാജ്യത്തിന് വേണ്ടി കളിക്കണം എന്നതിൻ്റെ നേർസാക്ഷ്യമാണവൻ, അതിൻ്റെ ഉദാഹരണമാണവൻ. ഹീസ് എ ഗായ് ഹു ജസ്റ്റ് കീപ്സ് ഗോയിങ് ആൻഡ് ഗോയിങ് ആൻഡ് ഗോയിങ്. ലോട്ട് ഓഫ് റെസ്പെക്ട് ഫോർ വാട്ട് ഹി ഡസ് ഫോർ ഹിസ് ടീം എന്ന് പറയുന്നത് ആരാ? ഇംഗ്ലണ്ടിന്റെ നായകനാ. യെസ്, താൻ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ട് ടീം തോൽക്കുമെന്ന് എല്ലാവരും പറയുമ്പോൾ അവൻ വിശ്വസിക്കുന്നു, ഞാൻ ചെയ്ത് കാണിക്കും, ഞാൻ ഈ ഗെയിമിലെ ഗെയിം ചേഞ്ചർ ആകുമെന്ന്. അവനെടുത്ത 30 ഓവറിൽ 104 റൺസിന് 5 വിക്കറ്റ് അവൻ പിഴുതപ്പോ ഇന്ത്യ തോൽക്കുമെന്ന് തോന്നിച്ചൊരു കളിയാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഒരിക്കലും ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ഈ ഫൈറ്റ് ബാക്കും ഈ മനക്കരുത്തും മറക്കില്ല ഒരിക്കലും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.